ചതിക്കായിരുന്നല്ലേ എന്നെ? എന്തൊക്കെയാ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത്? കെട്ടിയിട്ടില്ല, കെട്ടുന്നെങ്കിൽ എന്നെ കെട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. രേവതി, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണെന്ന്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യൂലായിരുന്നു. ഓ, അപ്പൊ ഭാര്യയുടെ കൂട്ടുകാരി അല്ലായിരുന്നു നിങ്ങൾ നോക്കിയേനല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏറെ നാശം പിടിച്ച നേരത്താണെന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയത്. ഇതിനി ഒറ്റ പരിഹാരമേ ഉള്ളൂ. പറഞ്ഞോ? വിനയ ഡൈവോഴ്സ് ഇട്ട് എന്നെ കെട്ടണം. ഇതാണ് എന്റെ അവസാനത്തെ തീരുമാനം. ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഈ തീരുമാനം നടത്തിയിട്ട് മാത്രമായിരുന്നു. പിന്നെ ചേന്റെ ടേസ്റ്റ് ഒക്കെ ഞാൻ പഠിച്ചു കേട്ടോ. ആ, സാധ്യത ഇല്ലാതെ ഇല്ല. അവളോട് എന്ത് ഇതുവരൊന്നും പറയാത്തത്? അവളോട് എന്ത് ഇതുവരൊന്നും പറയാത്തേന്ന്? രേവതി, നീ ഒന്ന് മനസ്സിലാക്ക്. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. പ്ലീസ്. എന്നാ ഞാൻ പറയട്ടോ. രേവതി, നീ എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം എന്താ? എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കി തരാം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അമ്മേ, എന്തൊക്കെയായിരുന്നു ഇൻസ്റ്റ, FB, സ്നാപ്ചാറ്റ്. എടാ, ഇതാണ് പറയണ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല. അതിന് വിനയ പിടിച്ചില്ലല്ലോ. പിടിക്കുമല്ലോ, ഏറി വന്ന ഒരാഴ്ച. അതുകൂടെ കഴിഞ്ഞ് നിന്റെ അമ്മ